പച്ചക്കറി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നട്ടു വളർത്താവുന്നതാണ് കപ്പ അഥവാ മരച്ചീനി, കിഴങ്ങ് അങ്ങനെയൊക്കെ പറയും. 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഇത് വിളവെടുക്കാം. ഇത് 6 മാസം എത്തുമ്പോൾ പറിക്കുന്ന കൊള്ളിയാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം മൂപ്പാറായിട്ടുണ്ട്, 5 മാസമൊക്കെ ആയിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും കൊള്ളി നടാം. വേനൽക്കാലത്തൊക്കെ നടുമ്പോൾ നമ്മളൊന്ന് നനച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ 1 മാസം ആവുന്നേ ഉള്ളൂ കേട്ടോ നട്ടിട്ട്. ഒരു കൊള്ളിക്കട പറിച്ചപ്പോൾ അതിൻ്റെ തണ്ട് നട്ടു കൊടുത്തതാണ്. സ്ഥലം അനുസരിച്ചിട്ട് നമുക്ക് എല്ലാ മാസവും കൊള്ളി ഒരു തണ്ടെങ്കിലും നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വർഷത്തിൽ എല്ലാ മാസവും കൊള്ളി പറിക്കാം. കൊള്ളി കൃഷിയിലെ പ്രധാന വില്ലെന്ന് പറയുന്നത് പെരിച്ചാഴി എലിയൊക്കെയാണ്. ചാക്കിൽ നടുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ എലിശല്യം കുറയ്ക്കാം. അടുത്തതായിട്ട് ചേമ്പാണ്. പല ടൈപ്പ് ചേമ്പുണ്ട് കേട്ടോ. ഇതിനിവിടെ കണ്ടിച്ചേമ്പ് എന്നാണ് പറയുന്നത്. ഈ ചേമ്പിൻ്റെ താളെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇത് വളർത്തുന്നത്. താള് നമുക്ക് സാമ്പാറിൽ ഇടാം. പിന്നെ ഇതുകൊണ്ട് തന്നെ പലതരം കറികൾ നമുക്ക് ഉണ്ടാക്കാം. തോരൻ ഉണ്ടാക്കാം, കിഴങ്ങും താളും കൂടി കറി വയ്ക്കാം, പിന്നെ മോരൊഴിച്ച് കറി വയ്ക്കാം. അങ്ങനെ നമുക്ക് പലതരം കറികൾ താള് ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ചേമ്പ് വളർത്തുന്നത് കൊണ്ട് നമുക്ക് 2 ഉപയോഗങ്ങളുണ്ട്. ഒരു 8 മാസം കഴിയുമ്പോൾ അത് വിളവെടുത്ത് നമുക്ക് ചേമ്പും കഴിക്കാം, താളും ഉപയോഗിക്കാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസൊക്കെ അടങ്ങിയ പപ്പായ നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിക്കും ഉപയോഗിക്കാം, ഫ്രൂട്ടായിട്ടും ഉപയോഗിക്കാം. നട്ട് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ ഇതിൽ കായുണ്ടായി തുടങ്ങും. പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ഇതിൻ്റെ ഫലം കിട്ടും. ഒരു 2 വർഷത്തോളെങ്കിലും ഒരു പപ്പായ ചെടി നന്നായി നോക്കുകയാണെങ്കിൽ നിൽക്കും. അടുത്തത് ചേനയാണ്. പ്രത്യേക പരിപാലനമൊന്നും ആവശ്യമില്ലാത്തൊരു വെജിറ്റബിളാണ് ചേന. ചേമ്പൊക്കെ നടുന്നത് പോലെ തന്നെയാണ് ചേനയും നടുന്നത്. ഒരു ചെറിയ തടമൊക്കെ എടുത്ത് അതിനകത്ത് കുറേ ചവറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ചേന നടുക. ചേനയും ചേമ്പൊക്കെ നമുക്ക് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കൂർക്കയാണ് കേട്ടത്. നട്ട് 3 മാസത്തിനുള്ളിൽ നമുക്ക് കൂർക്ക വിളവെടുക്കാം. മഴക്കാലത്താണ് സാധാരണയായിട്ട് കൂർക്ക കൂടുതൽ നടുന്നത്. കൂർക്ക വിത്തുകൾ നമ്മൾ നട്ടു കൊടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ മുളച്ച് ഇങ്ങനെ തണ്ടുകളൊക്കെ വരുമല്ലോ, അപ്പോൾ അത് ഒടിച്ചിട്ട് നമ്മൾ ഒരു വാരത്തുമ്പോൾ നട്ടു കൊടുക്കുകയാണ് ചെയ്യുക. കൂർക്ക നട്ട് 1 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടി, ചാരമൊക്കെ ചേർത്ത് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള കൂർക്ക വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കൂർക്കയും നമുക്ക് കുറേ നാൾ കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ കൂർക്കയൊന്നും ആരും നട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നട്ട് നോക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ വളർത്താവുന്ന പച്ചക്കറികളെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.